നമസ്കാരം എല്ലാ പ്രിയ +2 തുല്യതാ പഠിതാക്കളെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു പ്രധാന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 2026 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യതാ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഇത് ഒരു മാതൃകാ ചോദ്യപേപ്പറാണ്. ഇതിൽ നിന്ന് മിക്കവാറും ചോദ്യങ്ങൾ നിങ്ങളുടെ പൊതുപരീക്ഷയിൽ ആവർത്തിക്കുന്നതാണ്. ഇതൊരു മാതൃകാ ചോദ്യപേപ്പറാണ്. ഇത് നിങ്ങൾ വോയിസ് കേട്ട് നോട്ട് എഴുതി മനസ്സിലാക്കി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് മിക്കവാറും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ 2026 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യതാ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യ ചോദ്യം അവിടെ ചേരുംപടി ചേർക്കാനാണ്. എ കോളത്തിലും ബി കോളത്തിലും നാലെണ്ണം വീതം കൊടുത്തിട്ടുണ്ട്. അതായത് എ കോളത്തിൽ നേതാക്കന്മാരുടെ പേരും ബി കോളത്തിൽ അവരുണ്ടാക്കിയ പാർട്ടിയുടെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ആചാര്യ നരേന്ദ്രദേവിൻ്റെത് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ആചാര്യ നരേന്ദ്രദേവിൻ്റെത് സോഷ്യലിസ്റ്റ് പാർട്ടി. എ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദീൻ ദയാൽ ഉപാധ്യായ്, അത് ഭാരതീയ ജനസംഘത്തിൻ്റെ നേതാവാണ്. ദീൻ ദയാൽ ഉപാധ്യായ ഭാരതീയ ജനസംഘം. നാലാമത്തത് സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി. ഇവിടെ നമ്മൾ 4 പാർട്ടികളെ പേര് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ 4 പാർട്ടികളുടെ പാർട്ടിയുടെ നേതാക്കളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാന നേതാവിൻ്റെ ആചാര്യ നരേന്ദ്രദേവിൻ്റെ പാർട്ടി ഏതാണ്? സോഷ്യലിസ്റ്റ് പാർട്ടി. എ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദീൻ ദയാൽ ഉപാധ്യായ ഭാരതീയ ജനസംഘം. സി രാജഗോപാലാചാര്യ സ്വതന്ത്ര പാർട്ടി. മനസ്സിലായിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഗരീബി ഹട്ടാവോ ഡാഷിൻ്റെ മുദ്രാവാക്യമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹട്ടാവോ ആരുടെ മുദ്രാവാക്യമായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ. ചോദ്യം 3, താഴെ തന്നിരിക്കുന്ന പേരുകൾ വെച്ച് കോളങ്ങൾ പൂർത്തിയാക്കാനാണ്. ആ കോളത്തിൽ 2 യൂഗോസ്ലാവിയയുണ്ട്, ഈജിപ്തും ഉണ്ട്. ഈജിപ്ത് അങ്ങനെ 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പേരുകൾ നമ്മൾ മനസ്സിലാക്കണം. യൂഗോസ്ലാവിയയുടെ നേതാവിൻ്റെ പേരാണ് നാസർ. യൂഗോസ്ലാവിയ ടീറ്റോ ആണ് എന്ത് കൊടുക്കേണ്ടത്? യൂഗോസ്ലാവിയക്ക് കൊടുക്കേണ്ടതാണ് ടീറ്റോ. അതുപോലെ ഈജിപ്തിൻ്റെത് നാസറാണ്. ഓക്കെ, ഈജിപ്ത് നാസർ. അവിടെ 2 നേതാക്കന്മാരുടെ പേര് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. യൂഗോസ്ലാവിയത് എന്താണ്? ടിറ്റോ ആണ്. യൂഗോസ്ലാവിയത് ഡിറ്റോ. അതുപോലെ ഈജിപ്ത് നാസർ. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. യൂഗോസ്ലാവിയ ഡിറ്റോ. അതുപോലെ ഈജിപ്തിൻ്റെ എന്താണ്? ഈജിപ്തിൻ്റെ നാസർ. അവിടെ നമ്മൾ 2 നേതാക്കന്മാരെ പരിചയപ്പെട്ടു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകും നമ്മൾ. ചോദ്യം നമ്പർ 4, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി സമയത്ത് സോവിയറ്റ് യൂണിയനിലെയും അമേരിക്കയിലെയും പ്രസിഡന്റുമാരുടെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമുക്ക് കാസ്ട്രോ ഉണ്ട്, കെന്നഡി ഉണ്ട്, ചെഗുവേര ഉണ്ട്, ക്രൂഷ്ചേവ് ഉണ്ട്. അപ്പോൾ ഉത്തരം എന്താണ്? അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ പേര് ജോൺ എഫ് കെന്നഡി ആയിരുന്നു. അവിടെ ഷോർട്ട് കെന്നഡി എന്ന് കൊടുത്തോളൂ. ഉത്തരം എന്താണ്? കെന്നഡി. ഓക്കെ, ഫുൾ നെയിം ജോൺ എഫ് കെന്നഡി ആണ്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി സമയത്ത് സോവിയറ്റ് യൂണിയനിലെയും അമേരിക്കയിലെയും പ്രസിഡന്റുമാരുടെ പേരുകളാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ പേര് ജോൺ എഫ് കെന്നഡി. സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റിൻ്റെ പേര് നികിത ക്രുഷ്ചേവ. അതിൽ ക്രുഷ്ചേവ് എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് എഴുതാം. അപ്പോൾ ഉത്തരം എന്താണ്? കെന്നഡിയും ക്രുഷ്ചേവും. കെന്നഡി അമേരിക്കയുടെ പ്രസിഡന്റ്, ജോൺ എഫ് കെന്നഡിയാണ് ഫുൾ നെയിം. അവിടെ കെന്നഡി എന്ന് കൊടുത്തോണ്ട് നമ്മൾ കെന്നഡി എഴുതുന്നു. അതുപോലെ ക്രുഷ്ചേവാണ് സോവിയറ്റ് യൂണിയൻ്റെ, നികിത ക്രുഷ്ചേവാണ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അവിടെ ക്രൂഷ്ചേവ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ക്രൂഷ്ചേവ് എന്ന് മാത്രമേ എഴുതുന്നു. ഓക്കെ, 5ാമത്തെ ചോദ്യം, ശീതസമര കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സഖ്യം ഏതാണ് ഇപ്പോൾ ചോദിച്ചത്. ശീതകാല യുദ്ധ സമയമുണ്ട്. ആ ശീതകാല യുദ്ധ സമയത്ത് ശീതസമര കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സൈനിക സഖ്യത്തിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം 5, ശീതസമര കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സൈനിക സഖ്യം. വാർസോ പാക്റ്റ് ആണ് ഉത്തരം. വാർസോ പാക്റ്റ് ആണ്. ശീതസമര കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സൈനിക സഖ്യത്തിൻ്റെ പേര് വാർസോ പാക്റ്റ് ആണ്. വാർസോ പാക്റ്റ്.
വാർസോ പാക്റ്റ് ആണ് അഞ്ചാമത്തിന് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നമ്പർ 6 നോക്കൂ. അവിടെ സുഡാനിലെ മിസൈൽ ആക്രമണത്തിൻ്റെ പേര് കൊടുത്തു ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റിച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാം ഗൾഫ് യുദ്ധത്തിൻ്റെ എന്ത് അറിയപ്പെടുന്നതാണ്? ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ആണ്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ആണ് ഒന്നാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ ഡെസേർട്ട് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ആണ് ഒന്നാം ഗൾഫ് യുദ്ധത്തിൽ പറയുന്നത്. അതുപോലെ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതിന് പറയുന്നത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഇത് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. മിക്കവാറും എല്ലാ ചോദ്യപ്പോഴും നമ്മൾ ഇതുണ്ട്. അതായത് ഇങ്ങനെ ആക്രമണത്തിൻ്റെ പേര് എന്നിട്ട് അതിൻ്റെ പേര് എഴുതാൻ. അതായത് സുഡാനിലെ മിസൈൽ ആക്രമണത്തെ എന്ത് വിളിക്കുന്നു നമ്മൾ? ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. ഒന്നാം ഗൾഫ് യുദ്ധം എന്ത് പേര് അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. അതുപോലെ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡമാണ്. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അവിടെ 3 പേര് പഠിച്ചു. ഏതൊക്കെയാണ്? ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്, ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. അപ്പോൾ ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്താണ്? സുഡാനിൽ മിസൈൽ ആക്രമണത്തെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. ഓപ്പറേഷൻ പോലെ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നമ്പർ 7. അവിടെ ഫുൾ ഫോം എഴുതാനാണ്. WHO ഉണ്ട്, അതുപോലെ ഏഷ്യൻ ഉണ്ട്, ASEAN ഏഷ്യൻ ഉണ്ട്, അതുപോലെ EU ഉണ്ട്. അവിടെ എൻ്റെ ഫുൾ ഫോം ഏതാണ്? ഇത് WHO നമുക്കറിയാം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ലോകാരോഗ്യ സംഘടന ഉണ്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡിൻ്റെ W ആണ്, ഹെൽത്തിൻ്റെ H, ഓർഗനൈസേഷൻ്റെ O. അങ്ങനെയാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ആണ് WHO. അടുത്ത് നോക്കൂ, ഏഷ്യൻ നോക്കൂ. ASEAN ഫുൾ ഫോം നോക്കാം. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് ആണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ആണ്. അസോസിയേഷൻ്റെ A, സൗത്തിൻ്റെ S, ഈസ്റ്റിൻ്റെ E. അപ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് കിട്ടി. പിന്നുള്ളത് ഏഷ്യൻ നാഷൻസ്. ഏഷ്യൻ്റെ A, നാഷൻ്റെ N. അങ്ങനെയാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. ഇതാണ് എന്ത്? ആസിയൻ അല്ലേ? ആസിയൻ്റെ എന്താണ് ഫുൾ ഫോം? ASEAN. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. അടുത്ത നമുക്ക് EUവിൻ്റെ ഫുൾ ഫോം നോക്കാം. യൂറോപ്യൻ യൂണിയൻ ആണ് EUവിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇവിടെ പൂർണ്ണ രൂപം എഴുതാനുള്ളതാണ്. അപ്പോൾ EU യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ നമ്മൾ 3 ഫുൾ ഫോം പഠിച്ചു. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ASEAN എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. അടുത്തത് EU എന്താണ്? EU എന്താ? യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോപ്യൻ്റെ E, അതുപോലെ യൂണിയൻ്റെ U. അങ്ങനെയാണ് EU യൂറോപ്യൻ യൂണിയൻ. നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സുരക്ഷാ പാരമ്പര്യേതര വീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് 2000 ഏതൊക്കെയാണെന്നാണ്? ആഗോള സുരക്ഷ തന്നിട്ടുണ്ട്. അവിടെ ഓപ്ഷനിൽ വിട്ടുപോയത് മനുഷ്യ സുരക്ഷ. ഓക്കെ, അപ്പോൾ മനുഷ്യ സുരക്ഷയും ആഗോള സുരക്ഷയും വിട്ടുപോയത് എന്താണ്? മനുഷ്യ സുരക്ഷയാണ് വിട്ടുപോയത്. ഓക്കെ, അവിടെ ചേർക്കേണ്ടത് ചാർട്ട് ചേർക്കേണ്ടത് 8ാമത്തേൽ മനുഷ്യ സുരക്ഷ. ദെൻ 9ാമത്തെ ചോദ്യം നോക്കൂ. 1992 ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചെന്നാണ്? റിയോ ഡി ജനീറോയിലാണ് 1992 ഭൗമ ഉച്ചകോടി നടന്നത്. എവിടെയാണ്? റിയോ ഡി ജനീറോയിൽ വെച്ചാണ് 1992 ഭൗമ ഉച്ചകോടി നടന്നത്. റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പേരുകൾ വെച്ച് കോളങ്ങൾ പൂരിപ്പിക്കാനാണ്. അവിടെ സുന്ദർലാൽ ബഹുഗുണ ഉണ്ട്, മേധാ പട്കർ ഉണ്ട്. അവിടെ 2 പ്രസ്ഥാനത്തിൻ്റെ പേര് എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. നർമ്മദാ ബച്ചാവോ ആന്തോളൻ, അത് ആർക്ക് കൊടുക്കണം? സുന്ദർലാൽ ബഹുഗുണ. നർമ്മദാ ബച്ചാവോ ആന്തോളൻ ആർക്ക് കൊടുക്കണം? അവിടെ മേധാ പട്കറും ഉണ്ട്. അപ്പോൾ ഏതൊരു ഉത്തരം ഏതാ വരിക? യെസ്, മേധാ പട്കറാണ് എന്തിൽ വരിക? നർമ്മദോ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ. ചിപ്കോ മൂവ്മെൻറ്റ്, ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ. അതുപോലെ നർമ്മദാ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ. ഓക്കെ, നർമ്മദ നദിയിലെ
അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന എന്താണ് സമര പരിപാടിയാണ് അത് നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനം. ഓക്കെ, ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇതിനെതിരെ അവിടെ അണക്കെട്ട് വരുന്നതിനെതിരെ നർമ്മദ നദിയിലെ അണക്കെട്ട് വരുന്നതിനെതിരെ നടന്ന സമരം ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ചിപ്കോ മൂവ്മെൻ്റ് അറിയാമല്ലോ, ചിപ്കോ പ്രസ്ഥാനം. വനനശീകരണം തടയാൻ വേണ്ടിയിട്ട് മരത്തെ എന്താണ് കെട്ടിപ്പിടിച്ച് അങ്ങനെ സമരം ചെയ്യുന്ന ആ രീതി, അതാണ് ചിപ്കോ മൂവ്മെൻറ്റ്. സുന്ദർലാൽ ബഹുഗുണൻ്റെ പരിസ്ഥിതി പ്രസ്ഥാനമാണ് ചിപ്കോ മൂവ്മെൻറ്റ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരാണ്? മേധാ പട്കർ. ഓക്കെ, അടുത്ത ചോദ്യം 11ാമത് ചോദ്യം. മിസോ നാഷണൽ ഫ്രണ്ട് MNFൻ്റെ സ്ഥാപക നേതാവ് ആരാണെന്ന് ചോദിച്ചത് ലാൽ ഡെങ്കയാണ്. ലാൽ ഡെങ്കയാണ് MNFൻ്റെ എന്താണ് സ്ഥാപക നേതാവ്. മിസോ നാഷണൽ ഫ്രണ്ടാണ് മിസോ നാഷണൽ ഫ്രണ്ട് ആണ് MNF. അപ്പോൾ മിസോ നാഷണൽ ഫ്രണ്ട് MNFൻ്റെ സ്ഥാപക നേതാവ് ആരാണ്? ലാൽ ഡെങ്ക. ഇതിപ്പോൾ ഇവിടെ പേര് തന്നെ ചോദിച്ചിരിക്കുന്നത്, ഒരു പക്ഷേ നമ്മുടെ പരീക്ഷയിൽ മേലത്തെ ഫോളോയിലൊക്കെ ചോദിക്കാം. മിസോ നാഷണൽ ഫ്രണ്ട്. അപ്പോൾ ആരെ മാച്ച് ചെയ്യണം? ലാൽ ഡെങ്ക. മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സ്ഥാപക നേതാവാണ് ലാൽ ഡെങ്ക. അപ്പോൾ ലാൽ ഡെങ്ക പഠിച്ചല്ലോ അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 12ാം ചോദ്യം. ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ വിജയത്തിൻ്റെ കാരണങ്ങൾ ഏതാനാണ്? ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ വിജയത്തിൻ്റെ കാരണങ്ങളാണ്. നോക്കാം എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ. അവിടെ 3 സ്കോറാണ് വീതം കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 പോയിൻ്റ് വീതം നോക്കാം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം. ഈ കോൺഗ്രസിനുണ്ടായ വിജയത്തിൻ്റെ കാരണങ്ങളാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പാരമ്പര്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വം, സംഘടനാ ശക്തി, പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യം, ജനവിശ്വാസം, സർക്കാർ നയങ്ങളും പദ്ധതികളും. ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് എന്തുണ്ടായത്? വിജയം സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ വിജയത്തിൻ്റെ കാരണങ്ങളാണ് ചോദ്യം. ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ വിജയത്തിൻ്റെ കാരണങ്ങളാണ്: 1 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വം, സംഘടനാ ശക്തി, പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യം, ജനവിശ്വാസം, സർക്കാർ നയങ്ങളും പദ്ധതികളും. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടായത്? ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് എന്തുണ്ടായത്? വിജയമുണ്ടായത്. അടുത്ത ചോദ്യം 13ാമത് ചോദ്യം. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏതെങ്കിലും 3 പ്രത്യേകതകൾ വിശദീകരിക്കുക എന്നാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏതെങ്കിലും 3 പ്രത്യേകതകൾ നമുക്ക് കൊടുക്കാം. 3 പ്രത്യേകത. 1 വ്യവസായ വികസനത്തിന് മുൻഗണന നൽകിയ പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ വികസനത്തിന് മുൻഗണന നൽകിയ പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഇതാ വ്യവസായ വികസനം. പ്രത്യേകത എന്താണ്? 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? വ്യവസായ വികസനം. പിന്നെ മഹലനോബിസ് മാതൃക. സാമ്പത്തിക വിദഗ്ധത്തിൻ്റെ പേരായിരുന്നു മഹലനോബിസ്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മാതൃകയുണ്ട്, പദ്ധതിയുണ്ട്. അതിൻ്റെ പേരാണ് ആ പദ്ധതി മഹലനോബിസ് മാതൃക എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മഹലനോബിസ് മാതൃക 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. സാമ്പത്തിക വിദഗ്ധനായിരുന്ന മഹലനോബിസ് തയ്യാറാക്കിയ പദ്ധതിയാണെന്ത്? ഒരു സാമ്പത്തിക പദ്ധതിയാണെന്ത്? ഈ മഹലനോബിസ് മാതൃക. അപ്പോൾ മഹലനോബിസ് മാതൃക 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. വ്യവസായ വികസനം 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. പിന്നുള്ളത് പൊതുമേഖലാ വികസനം. ഇങ്ങനെ 3 എണ്ണമാണ് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകളിലായിട്ട് 3 എണ്ണം നമ്മൾ പഠിച്ചിരിക്കണം. 1 വ്യവസായ വികസനം, 2 മഹലനോബിസ് മാതൃക, 3 പൊതുമേഖലാ വികസനം. അടുത്ത ചോദ്യം നോക്കൂ. 14ാമത് ചോദ്യം. ചിപ്കോ പ്രസ്ഥാനം എന്നതിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ചിപ്കോ പ്രസ്ഥാനം ലഘുവായി വിശദീകരിക്കാനാണ് പഠിക്കുന്നത്. 3 മാർക്കാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 6 വരിയിൽ താഴെ എഴുതി വെക്കണം. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി നടന്ന ഒരു പ്രമുഖ ജനകീയ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി നടന്ന ഒരു പ്രമുഖ ജനകീയ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ എന്നത് ആലിംഗനം ചെയ്യുക എന്നർത്ഥം വരുന്ന ഹിന്ദി വാക്കാണ്. ചിപ്കോ എന്നത് എന്താണ്? ആലിംഗനം ചെയ്യുക എന്നത് അർത്ഥം വരുന്ന ഹിന്ദി വാക്കാണ്. ഉത്തരാഖണ്ഡിൽ നടന്നതാണിത്. ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡിലാണ് നടന്നത് ഈ ചിപ്കോ മൂവ്മെൻറ്റ്.
ഉത്തർപ്രദേശ്, അന്നത്തെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. ഓക്കെ. എന്താണ് ലക്ഷ്യം? വനനശീകരണം തടയുക. വനനശീകരണം തടയുക എന്ന ലക്ഷ്യത്തോടുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. മരങ്ങളെ ആലിംഗനം ചെയ്ത് സംരക്ഷിക്കൽ. ആളുകൾ മരങ്ങൾ ചുറ്റിപ്പിടിച്ച് വെട്ടുന്നത് തടഞ്ഞു. ആളുകൾ മരങ്ങൾ ചുറ്റിപ്പിടിച്ച് വെട്ടുന്നത് തടഞ്ഞു. അങ്ങനെ മരങ്ങളെ ആലിംഗനം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നത്. സ്ത്രീകളുടെ സജീവ പങ്കാളിത്തമുള്ള ഒരു പരിസ്ഥിതി പ്രസ്ഥാനമായിരുന്നു ഈ ചിപ്കോ പ്രസ്ഥാനം. അഹിംസാപരമായ സമരമാണ്. അഹിംസാപരമായ ഒരു സമര രീതിയായിരുന്നത് ഈ ചിപ്കോ പ്രസ്ഥാനം. അതിലെ പ്രധാന നേതാവ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 14 ചോദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്ന് മിക്കവാറും ചോദ്യങ്ങൾ നമ്മുടെ 2026 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യതാ പൊളിറ്റിക്സ് സയൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും വോയിസ് ആവർത്തിച്ച് കേട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ചോദ്യോത്തരങ്ങളുമായി അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി നമുക്ക് ഉടനെ എത്തേണ്ടതുണ്ട്. എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏവരും നൽകി വരുന്ന സഹായ സഹകരണങ്ങൾ, പ്രോത്സാഹനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പരീക്ഷാ സംബന്ധമായ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.